ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ മോള് കണ്ണു തുറന്ന് അവനാണ് അവളെ എന്തെങ്കിലും ചെയ്തതെന്ന് പറഞ്ഞ പിന്നെ നോക്കിക്കോ. ഇപ്പോഴേ കണിമംഗലത്തുനിന്ന് ഒരുത്തൻ ജയിലിൽ കിടക്കുന്നുണ്ടല്ലോ, അതിന്റെ തൊട്ടടുത്ത് കിടക്കും വരുൺ. അതെ, മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ നീ അഭിനയിച്ചു, പക്ഷേ ഇവിടെ ആരും വരില്ല. എടീ എടീ, ഇവിടെ ആരുമില്ല. നീ കണ്ണു തുറക്ക. മോളെ, എടി എടി പ്രിയേ, എടി 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 മുത്തശ്ശിയെ വിളിക്കുന്നേ. യോ എടി, നീ കണ്ണു തുറക്ക്. യോ പ്രിയങ്കേ, മോളെ മോളെ, എടി മുത്തശ്ശിയെ വിളിക്കുന്നേ. എടി കണ്ണു തുറക്കാൻ. പ്രിയങ്കേ മോളെ, എടി കണ്ണു തുറക്കാൻ. എടി എടി മുത്തശ്ശിയെ വിളിക്കുന്നേ. എഴുന്നേക്ക് മോളെ, മോളെ എഴുന്നേക്ക്. മോൾ, എന്താ നിങ്ങൾ കാണിക്കുന്നേ? പേഷ്യന്റിനെ ഉപദ്രവിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ? മാറി നിൽക്കും. എടി മോളെ, എടി മോളെ, മോളൻ മോളെ, മോളെ കണ്ണു തുറക്ക്. എടി നിങ്ങൾ എന്തായി കാണിക്കുന്നേ? കൈയെടുക്കാൻ. ഇല്ല ഡോക്ടറെ, എന്റെ കൊച്ചിന് എന്തോ പറ്റിയിട്ടുണ്ട്, അല്ലാതെ ഇവിടെ ഈ കിടപ്പ് കിടക്കില്ല. എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഡോക്ടറെ, ഇവിടെ ഒന്ന് വിളിക്ക്. നിങ്ങൾ പുറത്തു പോകാനാ പറഞ്ഞത്? ഇല്ല, എനിക്ക് നിങ്ങളെല്ലാവരും സംശയമുണ്ട്. നിങ്ങളെല്ലാവരും കൂടി എന്തോ ചെയ്തിട്ടാ എന്റെ മോളിങ്ങനെ കിടക്കുന്നേ. ഞാൻ ഇവിടുന്ന് ഇറങ്ങൂല. മോളെ, നിങ്ങളോട് മര്യാദയ്ക്ക് പുറത്തിറങ്ങാനാ പറഞ്ഞത്. മോളെ, നോക്ക്, ഒന്ന് കാണണമെന്ന് നിങ്ങൾ അറിയിച്ചു. അതിന്റെ സാമാന്യ മര്യാദ ഞാൻ കാണിച്ചു. നിങ്ങൾ പുറത്തിറങ്ങ. ഇറങ്ങാനാ പറഞ്ഞത്. മനസ്സിലായി ഡോക്ടറെ. ഡോക്ടറിന്റെ ദേഷ്യം കാണുമ്പോ തന്നെ സുകുമാരിയമ്മയ്ക്ക് എല്ലാം മനസ്സിലാവും. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എന്റെ മോള്, മോളെ, സുകുമാരിയമ്മ വരുമ്പോ മോളൊന്ന് സംസാരിക്കണം. അല്ലെങ്കിൽ വരുണിനെതിരെ അവര് പരാതിയോ മറ്റോ കൊടുക്കുകയാണെങ്കിൽ ആകെ പ്രശ്നമാവും. ഞാൻ പറയാമേ. പ്രിയ ഇങ്ങനെ കിടക്കേണ്ടി വന്നതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. പക്ഷെ വരന്റെ കാര്യം ആലോചിക്കുമ്പോ സത്യം പറഞ്ഞ ഇവിടെ ധൈര്യത്തോടെ നിൽക്കാനും പറ്റുന്നില്ല. അവര് വരട്ടെ, വേണ്ട രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാം. ഞാൻ കണ്ടു, എന്റെ മോൾ അനങ്ങാതെ കിടക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ അടുത്തിരുന്ന് ഉറക്കം വിളിച്ചിട്ടും അവൾ അനങ്ങിയില്ല, ഒരു വാക്ക് മിണ്ടിയില്ല. എല്ലാവർക്കും ഇനി നല്ലപോലെ ഉറങ്ങാലോ അല്ലേ? തെരുവി കിടന്ന് നിന്നെ എടുത്തു വളർത്തിയത് അവളുടെ അച്ഛനും അമ്മയല്ലേടി? അതിന്റെ ഒരു ഇച്ചിരി നന്ദി കാണിച്ചിരുന്നെങ്കിൽ എന്റെ മോളി കിടപ്പ് കിടക്കേണ്ടി വരുമായിരുന്നോ? മുത്തശ്ശി, ഞങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നത് പ്രിയങ്കയുടെ കാര്യത്തിൽ വിഷമമുള്ളതുകൊണ്ട് തന്നെയാ. അവൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ആരും കരുതിയിരുന്നില്ല. നീ എന്റെ മുന്നിൽ നല്ല പിള്ള സമയം നോക്കുക. കൊല്ലുന്നതിനേക്കാൾ വലിയ ക്രൂരതയല്ലടി നീ അവളോട് കാണിച്ചത്. അവളുടെ സ്ഥാനത്ത് കയറാൻ, അവളെ ചവിട്ടി പുറത്താക്കാൻ ഒരു മടിയില്ലല്ലോടി നിനക്ക്. ഇത്തിരിയെങ്കിലും മനുഷ്യത്വം ഉണ്ടോ നിനക്ക്? സുകുമാരിയമ്മേ, രാധിക മോളെ ഒന്നും പറയരുത്. ഓ, രാധിക മോളെ പറഞ്ഞാ ഇപ്പൊ നിങ്ങക്ക് പൊള്ളും. ആ, ഇവക്ക് പിന്നെ ഒരു കാര്യമുണ്ട്, ആരെ കണ്ടാലും മയക്കിയെടുക്കാൻ അറിയാം. എന്നിട്ട് സൂത്രത്തിൽ ഇവളുടെ കാര്യം നേടിയെടുക്കുകയും ചെയ്യും.
നോക്കിക്കോ, കുറച്ച് കഴിയുമ്പോ ഇവള് നിങ്ങളുടെ നെഞ്ചിൽ കത്തി കുത്തിയിറക്കും. പിന്നെ എന്റെ മോള് ഈ അവസ്ഥയിൽ കിടക്കാനുള്ള ശരിക്കുള്ള കാരണക്കാരനുണ്ടല്ലോ, വരുൺ. അവന് ഞാൻ വെച്ചിട്ടുണ്ട്. എന്റെ മോള് കണ്ണു തുറന്ന് അവനാണ് അവളെ എന്തെങ്കിലും ചെയ്തതെന്ന് പറഞ്ഞ പിന്നെ നോക്കിക്കോ. ഇപ്പോഴേ കണിമംഗലത്തൊന്നും ഒരുത്തൻ ജയിലിൽ കിടക്കുന്നുണ്ടല്ലോ, അതിന്റെ തൊട്ടടുത്ത് കിടക്കും വരുൺ. മുത്തശ്ശി, കണക്ക് ചോദ്യവും പ്രതികാരമൊക്കെ നമുക്ക് ആവാം. ആദ്യം പ്രിയങ്ക ഒന്ന് എഴുന്നേറ്റ് വരട്ടെ. പ്രിയങ്കയ്ക്ക് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് തന്നെ ഇവിടെ കൊടുത്തോണ്ടിരിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചികിത്സിക്കുന്ന ഡോക്ടർമാരോട് മുത്തശ്ശിക്ക് തന്നെ ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ മറ്റാരെ കൊണ്ടെങ്കിലും ചോദിപ്പിക്കാം. ഒരൊറ്റ കാര്യം പറയുന്നുള്ളൂ, നമ്മൾ ഇവിടെ എന്തെങ്കിലും ശല്യം ഉണ്ടാക്കിയാൽ അത് പ്രിയങ്കയെ തന്നെയാ ബാധിക്കുന്നത്. അതുകൊണ്ട് മുത്തശ്ശി ബഹളമൊന്നും ഉണ്ടാക്കാത്തൊന്ന് സഹകരിക്കണം. നടക്കട്ടെ. നീ പറഞ്ഞല്ലോ ഏറ്റവും കൂടിയ ചികിത്സയാ കൊടുക്കുന്നതെന്ന്. എന്റെ മോളെ എന്റെ മുൻപിൽ ജീവനോടെ നിർത്തി കാണിക്കണം. അല്ലാതെ ചികിത്സ പിഴച്ചു പോയി, അബദ്ധം പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ. മോനെ, വരുണിനൊരു കുഴപ്പവും വരാത്ത രീതിക്ക് വേണം എന്തെങ്കിലും ചെയ്യാൻ. വരുണിന് എന്തെങ്കിലും സംഭവിച്ചാ നമ്മുടെ കുടുംബം അതോടെ തകർന്നു പോവും. ഹലോ സാറേ, ഞാൻ സുകുമാരിയ, പ്രിയങ്കയുടെ മുത്തശ്ശി. എന്താ നിങ്ങള് ഈ നേരത്ത്? സാറേ, പ്രിയങ്ക ആശുപത്രിയിലാ. ഓഹോ, അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉള്ളതാണല്ലോ. ഇത് പിന്നെ അങ്ങനെയല്ല സാറേ. കണിമംഗലത്തുള്ളവര് അവളെ ഉപദ്രവിച്ചതാ. എന്താ? അതെ സാറേ, ആ വരുൺ അവളെ കോണിപ്പടിയുടെ താഴേക്ക് വലിച്ചെറിഞ്ഞു, കൊല്ലാൻ നോക്കിയതാ. സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത്? അതെ സാറേ, ഞാനിപ്പോ ആശുപത്രിയിലാ ഉള്ളത്. എന്റെ മോള് ബോധം കെട്ട് കിടക്കുക. ഇച്ചിരി ഗൗരവാണെന്നാ ഡോക്ടർമാര് പറയുന്നേ. സുകുമാരിയമ്മേ, അല്പം ബുദ്ധിപൂർവം നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ ഒരൊറ്റ സംഭവം കൊണ്ട് കണിമംഗലത്തുള്ളവരെ മുഴുവൻ നമുക്ക് കുരുക്കാൻ പറ്റും. എന്താ സാറേ ഞാൻ ചെയ്യണ്ടേ? നിയമപ്രകാരം പ്രിയങ്ക വരുണിന്റെ ഭാര്യയാണ്. ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് നടക്കുന്ന പീഡനം കുറ്റകരമാണ്.